ഹലോ, ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. വീക്ക്ലി മെസ്സേജാണിത്. ശിവൻ കാർഡും ഏഞ്ചൽ കാർഡും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ടിപ്സ് എന്താ പറയണതെന്ന് വെച്ചാൽ, ടെസ്ല നമ്പർ നല്ല ഒരു യൂണിവേഴ്സിൻ്റെ നമ്പറാണിത്. 369 പറഞ്ഞിട്ട് നല്ല ഒരു നമ്പറാണ്. നിങ്ങൾക്ക് വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കണ ഒരു നമ്പറാണിത്. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് പാർട്ടിൽ കയ്യിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഗ്രീൻ പെന്നിൽ എഴുതി വയ്ക്കാം. നല്ല ഒരു 15 days കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് നല്ല ഒരു ഡിഫറെൻറ്റ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ 369 എന്ന് എഴുതും. സോ 369 പറഞ്ഞാൽ നല്ല ഒരു പവർഫുള്ളായ നമ്പറാണിത്. ഇതാണ് ഇന്നത്തെ ടിപ്സ്. സോ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീക്കിൽ ഇനിയൊരു ടിപ്സുമായിട്ട് കാണാം. നമുക്ക് ഇപ്പോൾ ഈ ശിവൻ കാർഡിൽ ഞാൻ 3 ബട്ടർഫ്ലൈസ് എഴുതിയിട്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യൂ. 3 ബട്ടർഫ്ലൈയിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാർഡ് വായിക്കുന്നത് അവരവർക്ക് എടുക്കാം. അങ്ങനെയാണത്. സോ ആദ്യത്തെ കാർഡ് എന്താ വന്നിരിക്കുന്നത് നോക്കാം നമുക്ക്. ശിവൻ കാർഡും ഏഞ്ചൽ കാർഡും വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാവർക്കും വളരെ താങ്ക്സ്. എന്താ പറഞ്ഞാൽ എല്ലാവരും കമൻസിലെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്, വീഡിയോ നോക്കുന്നുണ്ട്, കമൻസ് നന്നായി ടൈപ്പ് ചെയ്യുന്നുണ്ട്. വളരെ താങ്ക്സ് എല്ലാവർക്കും. ആദ്യത്തെ കാർഡ് വന്നിട്ട് ലോട്ടസ് ഫീറ്റ് ഓഫ് ഹ്യൂമിനിറ്റി എന്നാണ്. എന്താ പറഞ്ഞാൽ താമര പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും നല്ലൊരു ഗുഡ് വിഷസ് അല്ല, ബിഗിനിങ്. നമ്മുടെ എന്താ ഈ ആഴ്ച നിങ്ങൾ വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ അത് കാര്യങ്ങളെല്ലാം നല്ല മാതിരി നടക്കുന്നതായിരിക്കും. ഡിവൈൻ ബ്ലെസ്സിങ്സ് നല്ലോണം കിട്ടുന്നുള്ളതായിരിക്കും. പിന്നെ ഒരു ലൈഫിൽ എന്തോ ഒരു ചാലഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നടക്കുന്നതായിരിക്കും. പിന്നെ സറണ്ടർ ചെയ്യുക, മൈൻഡ് സെറ്റ്. സറണ്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് സെറ്റിനെ നമ്മൾ ശരിക്കും അങ്ങോട്ട് ഒന്ന് വെക്കുക, നല്ല മാതിരി ഒന്ന് വിചാരിക്കുക. അതിൻ്റെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ്, എല്ലാ ദൈവങ്ങളുടെയും ഒരു ബ്ലെസ്സിങ്സൊക്കെ കിട്ടാനുള്ള നല്ല ഒരു സാധ്യതയുണ്ട്. പിന്നെ വന്നിട്ട് ഡേ ഓഫ് സ്ട്രെങ്ത്ത് കണ്ടില്ലേ, നോക്കൂ. എല്ലാ കാർഡ് എത്ര ഒരു നന്നായിട്ട് കണക്റ്റ് ആയിരിക്കണം നോക്കൂ. ഡേ ഓഫ് സ്ട്രെങ്ത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അത് തന്നെ നോക്കൂ. ദേവിയുടെ ഒരു സ്ട്രെങ്ത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ച വിചാരിക്കുന്നത്. ഈ ആഴ്ച മുഴുവൻ നേവി ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് കളർ തുണി ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി നല്ല റിസൾട്ട് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് പുറത്ത് പോയിട്ട് വരിക, വാക്കിംഗ് ചെയ്യുക, ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോൾ ഇനി മനസ്സിന് നല്ല ഒരു സമാധാനവും എല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നെ വന്നിട്ട് എന്താ പറയുക, നല്ല ഒരു ഹൈ പാത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വിചാരിക്കുന്ന കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലിയും എല്ലാം നല്ല ഒരു ഇതിന് പോകാനുള്ള സാധ്യതയുണ്ട്. വിനയം, നല്ല ഒരു വിനയമായിട്ടുള്ള ഒരു ആളായിരിക്കാം. എല്ലാ വാതിലുകളും തുറക്കുന്ന ഒരു വിഘ്നങ്ങളെല്ലാം പോയിട്ട് നല്ല ഒരു തുറക്കുന്ന ഒരു സമയമാണ്. പിന്നെ രണ്ടാമത്തെ ബട്ടർഫ്ലൈ എടുത്തവർക്ക് ഷിവാസ് ബ്ലൂ ത്രോട്ട് എന്നാണ് സിമ്പിൾ. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല, ഇത് എന്താണ്, സമുദ്ര മന്ഥനം ചെയ്യുന്ന സമയത്ത് ഇത് പോയിസനൊക്കെ കുടിച്ചു എന്നൊക്കെ, ഹാലാ കടിച്ചു എന്നൊക്കെ പറയില്ലേ ശിവൻ്റേത്. അതങ്ങനെ പിടിച്ചതുകൊണ്ട് കഴുത്തിൽ ബ്ലൂ കളറായിട്ട് മാറുന്നൊക്കെ പറയില്ലേ. പക്ഷേ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്, സെൽഫ് സാക്രിഫൈസ് ചെയ്ത ആളാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരോടും ഞാൻ ചെയ്തോളാം പറഞ്ഞിട്ട് എല്ലാവരും മുന്നിൽ പോയില്ലേ, അങ്ങനത്തെ ഒരാളായിരിക്കാം. സോ അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സും ദൈവത്തിൻ്റെ നല്ല ഒരു ശിവൻ്റെ ബ്ലെസ്സിങ്സും കിട്ടിയിട്ടുണ്ട് ആൾറെഡി അവർക്ക്. അത് ഇന്നർ മനസ്സിൽ കുറേ സങ്കടവും വേദനയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ആരോടൊന്നും പറയില്ല, എടുക്കില്ല. നല്ല ഒരു മനുഷ്യനാണത് എന്നുള്ളതാണ് കാണിക്കുന്നത്. സെൽഫ് സാക്രിഫൈസ് കുറേ ചെയ്തതുകൊണ്ട് എന്തോ ഒരു മനസ്സിനൊരു സങ്കടവും ഇതൊക്കെ ഉണ്ട്. ഇവർക്ക് വന്നിട്ട് ഏഞ്ചൽ മെസ്സേജ് എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ ഡേ ഓഫ് കണക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരായിട്ട് കുറേ കണക്ടിവിറ്റി ആയിട്ട് ഉണ്ടായിരിക്കണം. കുറേ പുതിയ ഓപ്പർച്യൂണിറ്റിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ നല്ല വാതിലുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ നല്ല എണ്ണങ്ങളും നല്ല ഒരു പോസിറ്റിവിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇവർ അതേപോലെ ബ്ലൂ കളറും പിന്നെ യെല്ലോ കളറും അധികം ഡ്രസ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ കളറുടെ ഈ ആഴ്ചക്കുള്ള നല്ല ബ്ലെസ്സിങ്സ് എല്ലാം കിട്ടാനുള്ള, നല്ല വിഷസൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ പറഞ്ഞാൽ ആർക്കെങ്കിലും ഉച്ച നേരത്തെ ഒരു ഊണ് വാങ്ങിക്കൊടുക്കുക, ഒരു അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല ഒരു ബ്ലെസ്സിങ്സും നല്ല ഒരു വിഷസൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ. പിന്നെ മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നവർക്ക് ഷിവാസ് ക്രെസൻറ്റ് മൂൺ എന്നാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു സിമ്പലും നല്ല ഒരു ശിവൻ്റെ ഒരു ഭക്തനായിരിക്കുക വേണമെങ്കിൽ, അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ കാർഡൊക്കെ വരുള്ളൂ. ശിവൻ്റെ അടുത്ത് ഇരുന്നിട്ട് കണ്ടിലെ ധ്യാനം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം.
നല്ല ജ്ഞാനവും നല്ല ഒരു എന്ത് തീരുമാനിക്കണം നല്ല ആലോചിച്ചിട്ടൊക്കെ തീരുമാനിക്കുള്ളൂ ഈ വ്യക്തി. വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഈ ആഴ്ച വെള്ള ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ അമ്പലത്തിൽ പോയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ലൊരു വ്യത്യാസം കാണാം. പിന്നെ മൂൺ ചന്ദ്രൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ കാണുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുക, മനസ്സുരുകി പ്രാർത്ഥിക്കുക. സൂര്യന് നമ്മൾ ദിവസം ഡെയിലി രാവിലെ നേരത്തെ പ്രാർത്ഥിച്ചാൽ നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് ഒന്ന് ഗണപതിയുടെ എന്താ വരിക കാർഡ് പറഞ്ഞിട്ട് നോക്കിയ സമയത്ത് ഡിറ്റർമിനേഷൻ നല്ല ഒരു ഇതാണ്. എല്ലാവർക്കും ഗണപതിയെ നമഃ എന്നുള്ള ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും 11 പ്രാവശ്യമെങ്കിലും ചാൻറ്റ് ചെയ്താൽ വളരെ ലൈഫിൽ നല്ല ഒരു പോസിറ്റീവ് വൈബ് കാണുന്നതാണ്. ഈ ആഴ്ച എല്ലാവർക്കും നല്ല ഒരു പോസിറ്റീവും നല്ല ദിവസങ്ങളാണ് വരാൻ പോണത്. 369 പറഞ്ഞിട്ട് ഒന്ന് എഴുതി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. നെക്സ്റ്റ് വീക്കിൽ ഇനിയും കുറേ ടിപ്സായിട്ട് നമുക്ക് കാണാം. സോ എല്ലാവർക്കും നല്ലതാവട്ടെ. ഈ വെളുത്ത കുമ്പളങ്ങ കൊണ്ട് ശിവന് എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് നൈവേദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല ഒരു എന്താ പറയുക വിഷസൊക്കെ കാണാനും വീട്ടിലൊക്കെ നല്ല ഒരു മാറ്റം കാണാൻ സാധ്യതയുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.